ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. നാളത്തെ ഉടയവന്റെ കഴുകന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. നാളത്തെ ഉടയവന്റെ കഴുകന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരം അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരം അറിയുന്നില്ല. ആകാശത്തിൽ പേരും ഞാറയും കൊക്കും വീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശത്തിൻ പേരും ഞാറയും കൊക്കും വീവൽ പക്ഷിയും അവ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. ജീവവചനത്തിന്റെ പ്രതിദിന ധ്യാന ചിന്തയിലേക്കെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ പിൻപറ്റരുത് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ ദൈവമക്കളുടെ ജീവിത കാലഘട്ടത്തിലെ മുമ്പുള്ളതായിരുന്ന അവസ്ഥയെയും ഇപ്പോഴുള്ള നിലവാരത്തെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു അപ്പോസ്തോലിക ഉപദേശം ഈ വാക്യത്തിൽ കൂടെ പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. വിശ്വാസിയുടെ പണ്ട്, ഇന്ന് എന്നുള്ള 2 ഘട്ടങ്ങൾ. പണ്ട് എന്നത് ലോകത്തിൻ്റെ മക്കൾ, ഇപ്പോൾ എന്നത് ദൈവത്തിൻ്റെ മക്കൾ. ഇപ്പോൾ ദൈവമക്കളായിരിക്കുന്നവർ അനുസരണമുള്ള മക്കളായി
അവരുടെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാനുള്ള കൽപ്പന പാലിക്കേണ്ടവരാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവമക്കൾ മാതൃകയാക്കേണ്ടത് ഒരേ ഒരുവനെ മാത്രം, കർത്താവായ യേശു ക്രിസ്തു കാണിച്ച ജീവിത മാതൃക പിൻപറ്റുന്നവരും അതനുസരിച്ച് നടക്കുന്നവരുമാകണം. ക്രിസ്തുവിനോടൊപ്പമുള്ള ഇപ്പോഴത്തെ ജീവിതം അറിവിൻ്റെ കാലമാണ്. ആ ജീവിതയാത്ര അത്ഭുത പ്രകാശത്തിലൂടെയുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതകാലം പണ്ടുണ്ടായിരുന്നു. അത് അജ്ഞാനകാലമായിരുന്നു. ആ ജീവിത കാലഘട്ടത്തെ അന്ധകാരത്തിലൂടെയുള്ള നടപ്പ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിറക്കപ്പെട്ട കൂട്ടം. അവർ ഇപ്പോൾ ദൈവമക്കളാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവിക കരുണയ്ക്ക് പാത്രങ്ങളായും മാറിയിരിക്കുന്നു. പ്രിയരെ, പണ്ട് അനുസരണക്കേടിൻ്റെ മക്കൾ, കോപത്തിൻ്റെ മക്കൾ, ലോകത്തിൻ്റെ മക്കൾ. അപ്പോസ്തല പ്രവൃത്തിയിലും എഫേസ്യ ലേഖനത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ഇതിന് പര്യാപ്തമായ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദാമ്യ പാപത്തിൽ പിറന്ന് പാപത്തിൽ ജീവിച്ച് സ്വർഗീയ പദവിക്ക് അന്യപ്പെട്ട് കഴിഞ്ഞു. ശാപത്തിൻ കീഴ് അടയ്ക്കപ്പെട്ട് ദൈവിക താല്പര്യമില്ലാത്തവരായി അനുസരണക്കേടിലായിരുന്നു. കോപാകുലരായി ജീവിതം നയിച്ച് കോപത്തിനടിമപ്പെട്ടവർ പാപികളായി ജീവിച്ചവരായിരുന്നു. പ്രപഞ്ചമോഹങ്ങൾക്കടിപ്പെട്ട് ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് നടന്നവരായിരുന്നു. ഇതായിരുന്നു പണ്ടത്തെ ഒരുവന്റെ നാളുകൾ. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, പ്രകാശത്തിൽ നടത്തപ്പെടുന്നവർ, ദൈവമെന്ന പിതാവിൻ്റെ മക്കൾ. എന്നാൽ ഇപ്പോഴാണ് ഏറെ സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത്. പണ്ടത്തെ പിതാവ്, പിശാച് എന്ന പിതാവ്, അവൻ അടങ്ങിയിരിക്കുന്നവനല്ല. അവൻ്റെ കർത്തൃത്വം നാം തള്ളിപ്പറഞ്ഞെങ്കിലും, അവൻ്റെ വീട് ഉപേക്ഷിച്ചെങ്കിലും, അവൻ പൂർണ്ണമായി നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ്റെ ആഗ്രഹം ഇപ്പോഴും നമ്മോടാണ്. നാം വിട്ടതെല്ലാം നമ്മെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുക എന്നതാണ് അവൻ്റെ ഏക ലക്ഷ്യം. അതിനവൻ ഏത് മാർഗവും ഉപയോഗിക്കും. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് അറിവില്ലാതിരുന്ന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ, ആ ശീലങ്ങളെ നാം മാതൃകയാക്കരുത്. അനുസരണക്കേട് കാട്ടാനുള്ള പ്രവണതകൾ, വചനത്തോട്, ദൈവത്തോട്, നടത്തുന്നവരോട്, നമ്മുടെ സ്വഭാവം കൊണ്ടും ശീലം കൊണ്ടും അനുസരണക്കേട് കാണിക്കുവാൻ പലപ്പോഴും നാം മോഹിക്കപ്പെടുന്നു, നാം വശീകരിക്കപ്പെടുന്നു. കോപത്തിൻ്റെ മോഹത്താലുള്ള പ്രലോഭനം, വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ കോപം. കോപിച്ചിട്ട് കണ്ണ് കാണാതിരിക്കുക, കാത് കേൾക്കാതിരിക്കുക എന്ന അനുഭവത്തിൽ കഴിയുക. അധികാരങ്ങളെ മാനിക്കാതിരിക്കുക, അധികാരങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കുക. ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ചുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ജീവിതം നയിക്കുന്നവർ ഒരിക്കലും വിശ്വാസികളല്ല. അവരെ വിശ്വാസികൾ എന്ന മുദ്ര കുത്തുവാനും പാടില്ല. ഇങ്ങനെയുള്ളവർ വിശ്വാസികളാണോ? ഇവരാണോ വിശ്വാസികൾ എന്ന ചോദ്യം മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കുന്ന ജീവിത നിലവാരം, പ്രിയരെ, അത് അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് നാം സൂക്ഷിക്കണം. സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വിട്ടുമാറുക. നമുക്ക് കൂടപ്പിറപ്പുകളെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് കരുതരുത്. നമുക്ക് നഷ്ടപ്പെടാനേ ഉള്ളൂ. നഷ്ടപ്പെടുത്തുക എന്നതാണ് കള്ളന്റെ ലക്ഷ്യം. നമ്മുടെ ദൈവമക്കൾ എന്ന പദവി, ദൈവ പൈതലിൻ്റെ അവകാശം, പ്രതിഫലങ്ങൾ തുടങ്ങി നമുക്കെല്ലാം നഷ്ടമാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. അജ്ഞാനകാലത്തെ മോഹങ്ങളെ മാതൃകയാക്കരുത്. അനുസരണക്കേട് കാട്ടുമ്പോൾ, കോപിക്കുമ്പോൾ, ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് നടക്കുമ്പോൾ, പ്രിയരെ, ഒന്നറിയുക, എല്ലാം നഷ്ടമാകും. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഉള്ളവരായി ജീവിക്കണം.
എനിക്കാരെയും പേടിയില്ല. ഞാൻ ആരെയും നോക്കിയിട്ടുമല്ല ജീവിക്കുന്നത്. എനിക്കൊന്നിനെയും പേടിക്കാനില്ല എന്ന രീതിയിലുള്ള മനോഭാവം നമ്മിൽ ഉണ്ടാകാതെ നാം സൂക്ഷിക്കണം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. പുറമെ വിശുദ്ധി മാത്രം പോരാ ദൈവമക്കളെ, അകമയുള്ള വിശുദ്ധിയും ഏറ്റവും അധികം പ്രാധാന്യമുള്ളതാണ്. കൂടപ്പിറപ്പുകളെ, നാം തനിച്ചായിരിക്കുമ്പോഴും നമ്മുടെ മേൽ ദൈവത്തിന് ദൃഷ്ടിയുണ്ട്, കാത് കേൾക്കുന്നുണ്ട് എന്ന് മറക്കരുത്. ഇന്നും എന്നും അനുസരണത്തിൻ്റെ മക്കളായിരിക്കാൻ, കോപത്തിൻ്റെ അവകാശമില്ലാത്തവരായിരിക്കാൻ, കാലഗതിക്കനുസരിച്ച് നടക്കാതെ എല്ലാ നടപ്പിലും വിശുദ്ധിയുള്ളവരായി ജീവിക്കുവാനും പോരാടി മുന്നേറുവാനും നമുക്കിടയായി തീരട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ, കർത്താവ് വചനത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി മാനിക്കണമേ. ഞങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഒരിക്കലും പിൻപറ്റുവാൻ ഇടയാകാതെ കർത്താവ് ഞങ്ങൾക്ക് വെട്ടി തുറന്നു തന്ന പുതിയ പാതയിൽ കൂടെ പുതിയ മനുഷ്യനായി ജീവിച്ചു മുന്നേറാൻ ഞങ്ങളെല്ലാവരെയും അഭിഷേകത്താൽ നിറയ്ക്കണമേ. ആത്മാവിനാൽ നടത്തണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല